ഓ സൂപ്പർ സാറാ. അബ്ബാജും പോയലുണ്ടാവും. പിടിച്ചിറങ്ങി കേട്ടോ, വല്ല നോക്കിയാണ്ടേ. ഇതൊക്കെ നമ്മളെ നാടാ. ഹായ് 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 ചെയ്യുമ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ഫിഷിങ്ങിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ ഫുൾ ടൂൾസ് കയ്യിലെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പറച്ചുകൊണ്ട് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എടുത്തിട്ട് നമ്മളിന്ന് പോകുന്നത് ചാലിയാറിലേക്കാണ്. ചാലിയാറിൻ്റെ ഒരു കൈവരി. നമ്മൾ കഴിഞ്ഞ ദിവസം ക്യാമ്പിങ്ങിന് പോയില്ലേ, ആ ഒരു പുഴ ചാലിയാറിലേക്ക് ജോയിൻ്റ് ആവുന്നതിൻ്റെ കുറച്ച് മേലായിട്ടാണ് പോയിടാൻ വേണ്ടിയിട്ട് കയറുന്നത്. അപ്പോൾ ഞാൻ ഈ ചൂണ്ടിടാനൊക്കെ പോണതിന് മുമ്പ് അവിടെ ഷീറ്റ് പൊട്ടിയത് കെട്ടണം കരുതുന്നു. ഇപ്പോൾ 2 ദിവസമായി എന്നിട്ടും കെട്ടാലും നടന്നില്ല. അപ്പോൾ അത് കെട്ടണം, അതൊക്കെ വന്നിട്ട് നോക്കാം. എന്തൊക്കെയായാലും ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പിടിച്ചതുപോലെ വലിയ മീൻ പിടിക്കാനുള്ള പോക്കല്ല. ഇതൊരു ചെറിയൊരു മീൻ, ചെറിയ മീനുകൾ പിടിക്കാനുള്ള പോക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലുത് കിട്ടില്ല എന്ന് പറയാണ്ട് വരില്ല, വലുത് കിട്ടാൻ ചാൻസാണ്. പുഴയാണല്ലോ, ഏതാ പോത്തുന്ന ചതാവും കിട്ടുക. എന്തൊക്കെയാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഒരു ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ പോവുകയാണ്, വണ്ടി താഴത്തെ പാലത്തെങ്കിലാണ്. അപ്പോൾ അവിടെ രമേശ് ഉണ്ട്. രമേശിനെ കൊണ്ട് അങ്ങനെ, ഞാൻ രമേശിൻ്റെ ബൈക്കുമ്പോൾ എങ്ങോട്ട് പോകാണ്, രമേശിനെ കൊണ്ട് അങ്ങനെ നേരെ പുഴയിലേക്ക് പോവാം. ഇന്നും തന്നെ ഫിഷിങ്, ഇന്നത്തെ ഫിഷിങ് എങ്ങനെയാവുന്നറിയില്ല. ഒന്ന് വേറെ എന്താ വെച്ചാൽ ഇന്ന് മഴയുണ്ട്. ഇപ്പോൾ മഴയും പരിപാടിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ കൊത്തൊന്നുമില്ല. വെള്ളം കലങ്ങിക്കണമെങ്കിൽ ആ ടൈപ്പ് മീനുകളാവും കിട്ടുക. അതുപോലെ തന്നെ എനിക്ക് ചെറിയൊരു ബാഗ് വാങ്ങും. അപ്പോൾ അങ്ങനെ ഒരു കവറിൽ ഒരു നാടൻ ടൈപ്പിലാണ് പോക്ക്. നാടൻ ടൈപ്പ് തന്നെ മതി, കുഴപ്പമില്ല. പക്ഷേ ബാഗ് ഉണ്ടെങ്കിൽ എന്താ പറയുക, നമുക്കൊരു തോളിലിട്ടാൽ മതിയല്ലോ, സുഖമാണ്. അപ്പോൾ ഇതാണ് രമേശിൻ്റെ വീട്. രമേശിൻ്റെ വീട് ഇതാണ്. ഇവിടെ രമേശ് ഉണ്ടാവും. അവനെ വിളിക്കുന്നു, പോകുന്നു. രമേശേ കമോൺ, ഞങ്ങൾ നേരെ പാലത്തേക്ക് കൊട്ടാ. വാ പപ്പ. ഇന്ന് വലുത് പിടിക്കണ്ടാ. കഴിഞ്ഞ പോക്കിൽ അവനാണ് പിടിച്ചത് വലുത്. അപ്പോൾ ഞങ്ങളിങ്ങനെ, ഇത് ഞങ്ങളുടെ ഒരു ഇടവഴിയാണ്. വണ്ടിയൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ പാലത്തിങ്ങേക്ക് ഇറങ്ങുന്ന വഴിയാണിട്ടത്. ആകെ ഒരു 2 അടി ഗ്യാപ്പുള്ള ഒരു ബൈക്കൊക്കെ കൊണ്ടുപോകാം. രമേശൊക്കെ ഇതിൽ തന്നെയാണ് വണ്ടി, ബൈക്ക് കൊണ്ടുപോകാറ്. നമ്മളെ അതിലെ മെയിൻ റോഡ് അതില്ലേ, വീടിൻ്റെ മുന്നിൽ കൂടെ. ഇത് എന്താ പറയുക, ഷോർട്ട് കട്ടാണ്. ഇതിലെങ്ങനെയായിട്ട് ഇറങ്ങിയത് നേരെ നമ്മൾ പാലത്തേക്ക്. അതുകൊണ്ട് ആ സൈഡിലേക്കാണ് പാലം കിടക്കണം കേട്ടോ. ഇതിലൊക്കെ തൊടു കൂടെ ഒക്കെ പോകണം. കാണാപ്പോലെ പൊപ്പൊപ്പൊപ്പോ ഞങ്ങളെ തോട് നന്നായിട്ട് കലങ്ങി. കാരണം നമ്മളെ തോടല്ലോ കലങ്ങിക്കണല്ലോ. മീനില്ല. നമ്മളെ വണ്ടി ഇവിടെ സൈഡ് കത്തനൊക്കെ ഇട്ട് ഇതാരാ, നമ്മളെ പാപ്പനെ മുട്ടിയാലോ. പിന്നെ ഞങ്ങൾ നാടിനോട് വിട പറയുകയാണ്. ഓൾ ടോൾസ് വണ്ടിയിലേക്ക് പോ. ഇന്ന് സതീശനും കൊണ്ടോട്ടാ. സതീശൻ റെഡി ടു ഗോ. ഞങ്ങൾ സ്റ്റാൻഡിലാണ്. അപ്പോൾ ഞാനൊരു ബാഗ് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇത്തരത്തിൽ ചൂണ്ടിടാൻ പോകുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഏതിലേക്ക് ചെറിയ ടൂറിസ്റ്റ് പ്ലേസിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ യാത്രയിലൊക്കെ നമ്മുടെ ബാക്കിൽ ഇട്ട് പോകാൻ വേണ്ടി പറ്റുന്ന സാധനമാണ്. കാരണം നമുക്ക് യാത്ര ആരംഭിക്കാനായില്ല. യാത്ര ഇനി ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമ്മൾ ആരംഭിക്കും. അപ്പോൾ ഒക്കെ റെഡി അല്ലേ? റെഡി. അവിടെ ഒരു വീടുണ്ട്. ആ ഒരു വീട്ടിൽ നമ്മുടെ വണ്ടി നിർത്തിയിട്ട് നമ്മളിങ്ങനെ ഒരു റബ്ബറും തോട്ടത്തിൽ കൂടെ ഇറങ്ങാട്ടാ. വാവ്, ഇപ്പോൾ എന്താ സുഖം അറിയോ. പിന്നെ എല്ലാവരും എൻ്റെ പറച്ചുകൊണ്ടിൽ കണ്ണൻ്റെ കയ്യില്ല. കണ്ണനെ പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. അവനെ നല്ല ഹെൽപ്പിങ് മൈൻഡുള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു റബ്ബറും തോട്ടത്തിൽ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിന്ന് 4 പേരേ ഉള്ളൂ. പക്ഷേങ്കിൽ അല്ലാത്തവരൊക്കെ ഉണ്ട്. അവരൊക്കെ തോട്ടിൽ കൂടെ, അതുപോലെ തന്നെ തോട് പുഴയിലേക്ക് ഉണ്ടാവുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളിവിടെ. അപ്പോൾ അത്തരം ഏരിയകളിലൂടെയാണ്. എല്ലാവരും ചെറുവക പിടിക്കുക എന്നുള്ള മൈൻഡ് തന്നെ ഉള്ളൂ എല്ലാവർക്കും. വലിയ മൈൻഡില്ല, കിട്ടിയാൽ കിട്ടും. പോയി ഇപ്പോൾ നേരെ പുഴയിലേക്കാ കാണുന്നതന്നെ പുഴ കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ കാരണം ഇതിലെ വല്ലാതെ ചൂണ്ടക്കാർ വരലില്ലേ. എന്നിട്ട് അമ്മ ഏരിയ ഇതൊക്കെ ഭയാനക ഏരിയ ആണല്ലേ. വല്ലാത്ത ഇവിടെ അങ്ങനെ പുറത്തത്തെ ആൾക്കാർക്ക് അങ്ങനെ വല്ലാതെ വന്ന് വെച്ചേരടി നടക്കുന്ന ഏരിയ അല്ല കേട്ടോ. അല്ല, നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിലേ, കാരണം ഇവിടെ ഒരുപാട് വീടുകളുള്ള ഏരിയയാണ്. നമ്മളവിടെ നിർത്തിയപ്പോൾ തന്നെ നമ്മൾ അവരുടെ എന്താ പറയുക, ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് വണ്ടി ഇവിടെ നിർത്തട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. അപ്പോൾ ഇവർ ഇറങ്ങി പോകുന്ന സ്ഥലമാണിത്. പുഴയിലെത്തി. അടിപൊളി ഏരിയ അല്ലേ. ക്യാമ്പിങ്ങിന് പറ്റിയ ഏരിയ കേട്ടാ. ക്യാമ്പിങ്ങിന് പറ്റിയ അടിപൊളി ഏരിയ. സൂപ്പർ ഏരിയടാ. വെള്ളം നിന്ന് ചോയറ്റി മറിഞ്ഞ് അവിടെ കടുങ്ങാരി. ഞാൻ അവിടെ ഇട്ടിരുന്നേ. ഞാൻ അവിടെ ആരും ഉണ്ടാ, അത് എൻ്റെ സ്ഥലമാണ്. ഓക്കെ, അവിടെ ആരും ഇടരുത്, അത് എൻ്റെ സ്ഥലം. എൻ്റെ സ്ഥലം കണ്ടങ്ങള്. ഇത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അങ്ങേ സൈഡ്
ഫോറസ്റ്റ് കാര്യം അങ്ങനെ ഒന്നുമില്ല. പക്ഷേങ്കിൽ ഇവിടുന്ന് കുറച്ച് ദൂരം താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വടവറം പാലത്തി, വടവറം പാലം. അപ്പോൾ വടവറം പാലത്തിൻ്റെ അപ്പുറം ഈ സൈഡ് ഫോറസ്റ്റാണ്. ഇവിടുത്തെ ആളുകൾക്കൊക്കെ അറിയാമല്ലോ, പറയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ്. പിന്നെ ഈ സൈഡിൽ തന്നെ ഫോറസ്റ്റ് അല്ല, പക്ഷേങ്കിൽ മൊത്തത്തിലുള്ള ആംബിയൻസ് ആണ്. ഇതാണ് കഥ. പിന്നെ അവിടെയൊക്കെ ആരൊക്കെ ഏറുകൊണ്ടിലൊക്കെ എറിഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇത് ചെറിയ പുഴ കേട്ടോ. ഇത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ക്യാമ്പ് ചെയ്ത പുഴയാണ്. അതിൻ്റെ താഴെ ഭാഗമാണത്. വെള്ളത്തിന് ചെറിയൊരു മങ്ങിയ കലക്കത്തോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളമല്ലേ, നല്ല ഒരു വലിയ അലമ്പില്ലാത്തൊരു ഏരിയ. അതുപോലെ തന്നെ മഴ പെയ്താലും നമുക്ക് സുഖമാണ് കയറി നിൽക്കാനൊക്കെ. പറച്ചുണ്ടലുകൾ ഓക്കെ, 4 പറ. വാവ്, ഞാനിവിടെ ഒന്ന് ഇട്ട് നോക്കട്ടെ ക്യാമറ, വല്ല കൊത്തുമില്ല എന്നുള്ളതൊക്കെ ഒന്ന് അറിയാം. നമുക്കൊരു ആരിൽ കിട്ടാനുള്ളൊരു പുയര കൊടുക്കാം. ഒരു ആരിലും പുയരയാണ് ഞാൻ കൊടുക്കണം കേട്ടോ. ഇട്ടിക്കണപ്പോ കിട്ടൂല്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കൊത്തൂല്ല എന്നൊക്കെ നോക്കാം. കൊത്തിയിട്ടില്ലെങ്കിൽ സ്ഥലം ഇങ്ങനെ മാറും കേട്ടോ. നമുക്ക് വലിയ ടൈമില്ല, മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട്. അത് നോക്കട്ടെ, ഒരുപാട് സെറ്റാക്കട്ടെ. അപ്പൊ നമുക്ക് തുടക്കം ഒന്ന് അടിച്ചേക്കോടെ. ഇത് ചെറുത് ഒരു പൂട്ടാണ്, കരിമ്പൂട്ടത് അളകണ ചത്ത. ഇന്ന് തൊള്ളേ തന്നെ കിട്ടിയിട്ടുണ്ടോ? ക്യാമ്പിങ്ങിന് പോയിട്ട് അതുപോലെയല്ല, തൊള്ളേ തന്നെ കുടുങ്ങിയിട്ടുള്ളത്. ഇവിടെ കുണ്ടുണ്ട്, ആ കുണ്ടിലിട്ടാലോ ചാടി പോവോ നോക്കട്ടെ. എന്തായാലും മഴ പെയ്യുന്നുണ്ട്, കുട ചൂടേണ്ട അവസ്ഥയാണ്. ക്യാമറ തന്നെ നനയാൻ വേണ്ടി പാടില്ല, മൈക്ക് തന്നെ വമ്പ സീനം ആക്കണ്ട. തുടക്കം കന്നി പുതുസ് കണ്ണ് രമേശൊക്കെ ഏതാണ്ട് ഈ ഒരു ഏരിയയിൽ ഇവിടെ ഇങ്ങനെ ഇടുന്നുണ്ട്. ഇവിടെ ഞാനും സതീശനാണുള്ളത്. ഞാൻ ഏറുകൊണ്ടിൽ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പറച്ചുകൊണ്ടിലും തന്നെ ഇടാനുള്ള പരിപാടിയാണ്. ലൈവ് ഷോട്ട് അത് എനിക്ക് കിട്ടുന്നത് മാത്രമേ എനിക്ക് കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് എനിക്ക് കിട്ടിയാൽ തന്നെ കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതന്നെ ചിലപ്പോൾ ഭാഗ്യം പോലെ. കാരണം ആ ഒരു ഷോട്ടിൻ്റെ നേരത്ത് ഞാൻ ക്യാമറ ഓണിൽ കിട്ടണതിലേക്ക് ഇതുമലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഒത്തുന്നുണ്ട്. ഞാൻ പുഴയുടെ നടുക്കാണ് എറിയുന്നത്, അതുകൊണ്ടൊക്കെ സെൻറ്റർ ഭാഗത്തേക്കാണ് എറിയുന്നത്. ഇതുമുണ്ട്, പുഴയുണ്ട്, പക്ഷെ ഇത് ഞാൻ കൊത്തിയിട്ട് എടുത്തതല്ല. ഇത് ഞാൻ കരുതിയോടത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇത് എത്തിക്കണം കരുതിയോടത്തേക്ക്. ഉണ്ടോ? സെറ്റ്. അപ്പോൾ അതവിടെ കിടക്കട്ടെ. അത് കൊത്ത് പറഞ്ഞാൽ ഇപ്പം തന്നെ കൊത്തും, മനസ്സിലായില്ലേ? ഇട്ട ഉടനെ കൊത്തും. പക്ഷെ എനിക്ക് ഈ പറച്ചുകൊണ്ടിലുമ്പോൾ കൂടി എന്തെങ്കിലുമൊക്കെ കയറ്റണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ വലുത് മാത്രം നമ്മൾ ലക്ഷ്യം വെച്ചിട്ട് കാര്യമില്ല. ചെറിയ മീനുകളും നമുക്ക് ആവശ്യമുള്ളതാണ്. നമുക്ക് ആകെ ഒരു മീനാണ് ഇപ്പോൾ കിട്ടിയത്. സതീശന് പിന്നെയും കിട്ടിയിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ ഒരു കയ്യിൽ പറച്ചുകൊണ്ടൽ, ഒരു കയ്യിൽ ഏറുകൊണ്ടൽ. പറച്ചുകൊണ്ടൽ പിന്നെ കയ്യെ പിടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ വെച്ചാൽ മതി. ഏറുകൊണ്ടൽ കയ്യെ പിടിക്കൽ നിർബന്ധം. അപ്പോൾ നമുക്ക് ഒത്തറിയുള്ളൂ. ജയമാരെ കിട്ടി, നല്ലൊരു മുടുക്കൻ ആരിൽ. കണ്ടങ്ങൾ ഇപ്പോഴും കയറിയിട്ടുള്ളൂട്ടാ. ലൈവ് ഒന്ന് കാണിക്കാൻ വേണ്ടി വല്ല ക്യാമറ ഓൺ തന്നെയായിരുന്നു, പക്ഷേങ്കിൽ എനിക്ക് അങ്ങനെ കാണിക്കാൻ പറ്റിയ സാഹചര്യം ഇല്ലായിരുന്നു. നല്ല അടിപൊളി ആരിലാണ് കണ്ട. സൂപ്പറായിട്ട് കയറി. വാ, എന്നെ ആരിൽ എഴുതിട്ടാ നിങ്ങൾ പെട്ടക്കണ് ലൈവാട്ടാ. ഇപ്പോഴും കയറിയിട്ടുള്ള ആൾ ഇപ്പോഴും കയറിയ സാധനം ഇപ്പോഴും കാണിച്ചു തരാന്നുള്ളത്. നല്ല ആരല്ലടാ അല്ലേ? നല്ല ആരല്ല, അടിപൊളിയല്ലേ? നല്ല നല്ല മൂത്താരിൽ എന്നൊക്കെ പറയില്ലേ? സൂപ്പർ. ഇതിലാണ് നമ്മുടെ ആരിലും കൊണ്ട് പെടക്ക ഉണ്ടാവുന്ന ഇങ്ങനെ വിളയാട് പാപ്പാ വിളയാട്. സൂപ്പർ സാറാ. നീ ചാടിച്ച് കളയണ്ടല്ലേ? അതിനെ പാക്ക് ചെയ്തിട്ട് അടുത്ത ഇട്ടോക്കട്ടെ. നമ്മളെ രമേശിനെ ഓലൊക്കെ ആരേടാ? ഞങ്ങൾ പോയരമ്പലാട്ടോ എല്ലാവരും ഉടനെ. രമേശ് അവിടെ ഒരു ചേറാനെ പിടിച്ചിട്ടുണ്ട്. കണ്ണൻ എന്താ കിട്ടിയെന്നുള്ളത് കണ്ണൻ പറഞ്ഞിട്ടില്ല. കണ്ണന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ടതാണ്. അത് കിട്ടും. കണ്ണൻ്റെ മെയിൻ ഏരിയ ഇട്ടത്. കണ്ണന് ഏറെ പ്രിയപ്പെട്ടിട്ടുള്ള ഒരു ചൂണ്ട സ്പോട്ടാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അവൻ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. നമുക്ക് ആരിൽ കിട്ടിയത് ഇവിടുന്നാണ്. അതുകൊണ്ട് കൊത്തുണ്ടല്ലോ. എൻ്റെ മക്കളെ, നല്ല അടിച്ച പൊളിച്ച കൊത്താണ് കൊത്തണത്. പക്ഷേങ്കിൽ നമ്മൾ വലിച്ചിട്ട് കയറുന്നില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ചെറുമീൻ ഏതോ ആണ്, ഇല്ലാന്നാണെങ്കിൽ ആരിൽ തന്നെയാണ് കേട്ടോ. കാരണം അവന് ആ ഒരു റേഞ്ചിക്കുള്ള കൊത്തുണ്ട്. നോക്കാം നമുക്ക്. ഞാൻ മാക്സിമം നമ്മൾ അവനെ കയറ്റാനുള്ള എല്ലാ പരിപാടിയും നോക്കും. നമ്മളുടെ ഈ ഒരു വെറ്റിലക്കുണ്ട് പറഞ്ഞാൽ ഇവിടെ വെറ്റില ഉപ്പിട്ടിട്ടുണ്ട് ആൾക്കാർ. നമ്മളുടെ ആരിലിനെ പൊക്കിയിട്ടുണ്ട്. നമ്മുടെ ആരിൽ ഏതാണ്ട് ഈ ഒരു റേഞ്ച് സാധനം കേട്ടോ. നമ്മുടെ മുട്ടും കൈനേക്കാൾ വലിപ്പമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ.
നല്ല ഐറ്റം ആരൽ തന്നെയാണ്. ആരലിനെടുത്തു. പിന്നെ നമുക്കൊരു ചെറിയൊരു കരിമ്പൂട്ടിനെ കിട്ടിയിരുന്നു, കരിമ്പൂട്ട, അതിനെടുത്തു. വെള്ളം എടുത്തോ, കുടിക്കണ്ടല്ലേ. ഈ കുപ്പി ചെറുക്കൂലേ? ആ കുപ്പി എടുത്തു, അതിനുള്ളൂ കുടിവെള്ളേ. അവനെ ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് നിന്നും ഞാൻ സജീഷനും ഓരോരുത്തർ പോകണം. കാരണം ഇവിടെ നല്ല കാരി കടിക്കുന്നുണ്ട്. അല്ലാത്ത വിഷയമൊന്നുമില്ല. കൈയൊക്കെ പൊള്ളച്ചു, എൻ്റെ കൈൻ്റെ ഇവിടെയൊക്കെ പൊള്ളച്ചിട്ടുണ്ട്. കടിച്ച് ഓനെ കടിച്ച് ദേഷ്യം വരൽ തുടങ്ങിയിരിക്കണേ, കാണിക്കാതെ നിൽക്കണം. എന്തായാലും ഇത് മേലേക്ക് കയറിയിട്ട് പോയിട്ട് വേണം. ഇവിടെ കുക്കിംഗ് പരിപാടിയൊക്കെ നടക്കലുണ്ടല്ലോ. അതായത് ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടാകലുണ്ട് അറിയാം. ഉണ്ടോ അടുപ്പൊക്കെ ഉണ്ടോ? ഇതിലെങ്ങനെ കയറി പോണല്ലേ? ലേസ് അല്ലടി, ഓക്കെ ഉണ്ടോ? ഓക്കെ, ചെറിയ ഓക്കെ. ഒരിഞ്ഞ അടി അടിച്ചിട്ടുണ്ട്, മീനിനെ അടിച്ച് കൊല്ലുന്നുണ്ട്. അല്ല ഇതിൽ തന്നെയാണ് ഓരോ ചവിട്ടില്ല അതില്. അബ്ബായിജും പോയാലുണ്ടാവും. പിടിച്ചിറങ്ങി കേട്ടോ, വല്ല നോക്കിയാണ്ടേ. ടാസ്ക് വീണിക്കണല്ലേ. അപ്പൊ അടുത്ത വീട് ഞാനാണ്. കാരണം എൻ്റെ കയ്യിൽ, ഈ കയ്യിൽ ക്യാമറ, ഈ കയ്യിൽ ഇത്രയും ടൂൾസ്, ബാഗ് ഒക്കെ പാടുണ്ട്. ബാഗ് കറങ്ങാല് മുള്ളുണ്ട്. ഓക്കെ, പൊക്കി കൂടി നമ്മൾ ഇന്നാളെ മറ്റേ മീനിനെ പിടിച്ചാൽ മതി. സൈസ് ഉണ്ടല്ലേ. അവിടെ നിന്ന് ഇവിടെ കാണിച്ചു വരുമ്പോൾ ഇച്ചിരി ചെറുതായിട്ട് കാണണതേ. പെണ്ണ അതൊന്നിപ്പം നമുക്ക് എന്താണല്ലേ. പിന്നെ ഒരു ആരലും കയറിയില്ലേ ഇവിടെ ഉണ്ടോ? ഇത് ഒരു ആരലാട്ടാ, ഒരാരലും കയറി. കണ്ണാപ്പ എടുക്കോ ഇത്? കണ്ണാ കിട്ടിയിട്ടില്ല. പാവല്ലേ, ഇവിടെ വന്നിട്ട് ചടച്ചോ അവൻ്റെ ഏരിയയാണിത്. സൈസം പറയും മോനാകെ കോരി കടിച്ചാകോ. എവിടെ എൻ്റെ കൈ ഉണ്ടോ? മോൻ്റെ കൈ ഉണ്ടോ? ഇതുണ്ടോ പൊള്ളച്ചക്ക്? നോക്കാം, ഇതൊക്കെ എൻ്റെ കജ്ജോക്കെ ഇതൊക്കെ പൊള്ളച്ചക്കാണ്. പേടിച്ചോ? ഹാളന്റ് പേടിച്ചോ? ക്ലാമറാണ്. ഇല്ലല്ല, ഇവന് ഇടുന്നുണ്ട്. നിങ്ങള് ചേറാനൊക്കെ എടുക്കും, ഞാൻ തന്നെ കൊണ്ടുകൊണ്ടുവരും. രമേശ് ഇടുന്ന സ്ഥലമാണത്. ഇവിടെയൊക്കെ വഴുക്കി ഇത് കിടന്നുവെച്ച്. ഓ മൈ ഗോഡ്, രമേശ് പറച്ചുകൊണ്ടലിന് ഒരു സ്കോപ്പും ഇല്ലല്ലോ ഇവിടെ. ഞാൻ അങ്ങോട്ട് പോണൊന്നുമില്ല, നമുക്ക് അടക്ക് വിടടാ. ഞാൻ വീണു, അങ്ങനെ മനസ്സിലായേ. ഞാൻ വീണത് എന്തായിക്ക് തോന്നാൻ കാരണം ഇതിന് നല്ല ചളിയുണ്ട്. ഞാൻ വീണടാ, ചെറിയ വീഴല്ല. ഇല്ല, ചളി അത്ര ഒന്നുമില്ല. നമ്മള് നിക്കണ ഏരിയ സൈസേ. ഇതൊക്കെ നമ്മളെ നാടാ. ഇതൊക്കെ അരുണാചൽ പ്രദേശ് പോയാൽ മതി കേട്ടോ. വല്ലാത്ത മതി. സതീശ ഒന്നും നോക്കല്ല, വക വെക്കല്ല. ഇട് നീ പിടിക്കടാ. കണ്ണന് കിട്ടാത്ത ജോഡി. കണ്ണൻ ആരെ ചുട്ടതറിയില്ല. ഞാൻ പോയ അവിടെ ഒന്ന് ആശ്വസിപ്പിക്കട്ടെ പാവടം. ചേവരെ കണ്ണൻ്റെ സ്പോട്ടിൽ എത്തിക്കണ്ട. അപ്പോൾ കണ്ണൻ എന്തൊക്കെ ചെറുവക എന്താ കിട്ടിയുള്ളതാണോ? ചെറുവക കിട്ടിയ. അപ്പം ഞാനിടാൻ പോണത് ഇതിനകത്താണ്. ഇവിടെ മഴയും പെയ്യുന്നുണ്ട്, ആകെ സീനാണ്. ഇതിൻ്റെ കയ്യിലൊക്കെയാണ് വന്നത് കേട്ടോ. സ്പോട്ട് കിട്ടതൊക്കെ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇടാന്നാണ് കരുതുന്നത് കേട്ടോ. ഇതിനകത്തേക്ക് ഞാൻ എയർഊണ്ടിൽ ടൈപ്പ് ഇടുന്നത്, അല്ലാതെ എൻ്റെ കയ്യിൽ പിടിച്ചേക്കാനേ കഴിയുള്ളൂ. എൻ്റെ പറച്ചുകൊണ്ടലിന് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. ചേങ്ങ ഞാൻ അവിടെ ഇട്ടിക്കണ്ട. അവിടെ ഫുള്ളായിട്ട് മുളയാണ്. പറഞ്ഞതുപോലെ ഇത്ര ഏരിയകളിൽ കിട്ടുന്ന മീനുകളാണ് ചേരാനായിരിക്കും. അപ്പോൾ കണ്ണൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഒന്ന് മിസ്സായതാണ്. കിട്ടും, അവനെ ഉഷാറായിട്ട് പിടിക്കുന്ന ആളോട്ടോ, അവനെ കിട്ടും. ഞാൻ തന്നെ വിട്ട് വെച്ചേക്കണേ, നമുക്കും തന്നെ കിട്ടട്ടെ. വല്ലാത്ത ഏരിയ, മഴ അങ്ങനെ പെയ്യുന്നുണ്ട്. കോടയുടെ മേലെ വെച്ചേക്കണം, അവൻ ചൂടിക്കാനും വയ്യ. ഇതിലാണ് ചാടുന്നത്, വെള്ളം ചാടുന്ന ഏരിയയാണത്. മണിക്കൂർ ഒരുപാടായിട്ടാണ് ഇവിടെ ഇടുന്നത്. ഇവിടെ നിന്ന് ആകെ നമുക്കൊരു ചെറിയൊരു ചില്ലിമീൻ. കാരണം അതിൻ്റെ പേരെന്താ പറഞ്ഞു? അതിൻ്റെ പേരെന്താ? സന്തോഷമോ? നന്ദൻ. നന്ദൻ എന്ന് പറയുന്ന മീനാണ് കിട്ടിയതാ. അപ്പോൾ നമ്മുടെ ഈ ചൂണ്ടിൽ കൊത്തുണ്ട്. ഇവിടെ നല്ല കൊത്താണ്, പക്ഷേങ്കിൽ കിട്ടണില്ല. ഈ പറഞ്ഞ പോലെയുള്ള ചെറിയ മീനുകളാണ് അവിടെ ധാരാളമായിട്ടുള്ളത്. 2 ചൂണ്ടിലിട്ടുണ്ട്. എൻ്റെ മോൻ, അതൊക്കെ ഒരു കൊണ്ടോകൾ തന്നെയാണ് കേട്ടോ. ഞാൻ മുമ്പ് നിന്നിരുന്നത് ആ ഒരു കാട്ടിലായിരുന്നു കേട്ടോ. അവിടെ നിന്ന് മാറിയിട്ട് ഞാൻ പഴയ സ്ഥലത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല,
കൊത്തുണ്ട് അവിടെ, നല്ല കൊത്ത് പറഞ്ഞാൽ പെരുങ്കൊത്ത. അത്രയും പെരും കൊത്താണ് എൻ്റെ വിഷയം. വേറൊന്നല്ല, എന്താണ് നമ്മളെ ഇതിൻ്റെ പുയര ഫുള്ള് കഴിഞ്ഞ്. ഇനി പുയരല്ല ഞങ്ങളുടെ കയ്യിൽ ലാസ്റ്റുള്ള പുയരകളൊക്കെയാണിത്. ഏതാണ്ട് ഒരു 5-8 ഇടലും കൂടി ഇടാം എന്നുള്ള പുയര മാത്രമേ ഉള്ളൂ. പക്ഷേങ്കിൽ കണ്ണനാണെങ്കിലും രമേശാണെങ്കിലും സതീശനാണെങ്കിലും അവർ പിന്നെ കൊത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഭാഗത്ത് നിന്ന് നീങ്ങുന്ന ആൾക്കാരൊന്നുമല്ല. എനിക്ക് പിന്നെ അങ്ങനത്തെ കൊത്ത് എനിക്ക് ഇഷ്ടമല്ല. എന്താണ് ഒരു സുഖമില്ലാത്ത കൊത്ത്. സുഖമുണ്ട്, നല്ല വലിച്ചു കൊണ്ടുപോകും, ചൂണ്ടലൊക്കെ വലിച്ചത് കൊണ്ടുപോകും. പക്ഷേങ്കിൽ നമുക്ക് കിട്ടൂല. നമ്മളത് വലിച്ചും ഇടങ്ങേറ് പിടിച്ച് വലിച്ചും നമുക്ക് കിട്ടൂല. ഞാൻ ഇവിടെ ഒന്നും കൂടി ട്രൈ ചെയ്തോട്ടെ. ഇതിൻ്റെ ഏറുകൊണ്ടലാണ്, പറച്ചുകൊണ്ടലാണ് ഇട്ടിട്ടുണ്ട്. നമുക്ക് നേരത്തെ ആരിൽ കിട്ടിയ സ്ഥലമാണത്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കിട്ടിയത് നമുക്ക് ആകെ ഒരൊറ്റ ചെറിയൊരു മീനാണ്. അത് നോക്കണ്ട, ചെറുതോ വലുതോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. മീൻ കിട്ടുക എന്നുള്ളതാണല്ലോ. പക്ഷെ അത് അവിടെ നിന്ന് കിട്ടണില്ല. അവിടെ നല്ല കൊത്താണ്, നല്ല കൊത്ത്, അടിച്ചാ പൊളിച്ച കൊത്ത്. കൊത്തി മനസ്സിന് മടുത്ത്, കൊത്ത് മടുക്കുക. അങ്ങനെ ഉണ്ടായിക്കണോ ചൂണ്ടലിടുന്ന ആൾക്കാർക്ക്? ഉണ്ടായ ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത്. മറ്റേ ഞാൻ നുണ പറയാമെന്ന് കരുതും. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇവിടെ കാരി ഉണ്ടല്ലോ, ഞങ്ങളുടെ കാരി എന്ന് പറയാം, ഒരു ചെറിയൊരു ഈച്ച ഉണ്ട്. അത് കടിക്കുന്നുണ്ട് ഇവിടെ. അതാണ് ഇവിടുത്തെ വിഷയം. ഞാനിത് വല്ലാതെ ഓർത്തിക്കൊന്നും അറിയണില്ല. എന്താ ഇവിടേക്ക് തന്നെ ഇട്ടിട്ട് നിർത്തുകയാണ്. അവിടെ ഇട്ട് കൊടുക്കാം. നമുക്ക് എന്താ അവസ്ഥ അറിയാലോ. ഇടയ്ക്ക് നമുക്ക് നോക്കണം, ഇത് നമുക്ക് നോക്കണം. അവസാനം വലിയ പിടുത്തക്കാർ വരെ എൻ്റെ അടുത്തേക്ക് വന്നു. നമ്മുടെ ചൂണ്ടൽ ഇട്ടിട്ടുണ്ട്. വലിയ പിടുത്തക്കാർക്ക് മീൻ കിട്ടിയേക്കണ്. ഇതാ കിടക്കണ ഒരു ആരില്, ചെറിയൊരു ആരില്. ഇതാ കണ്ണൻ്റെ അല്ല, ചെറുതല്ല, ആരില്. ഞാനങ്ങനെ മോശമാക്കണം. ഇത് നമ്മളെ തോട് അല്ലേ, തോട് പോയിന്റ്. അങ്ങനെ എൻ്റെ കേസിൽ എന്താ ചേർന്നല്ലേ? പിന്നെ കിട്ടിയോ? രമേശിൻ്റെ കേസിൽ ഇവിടെ വെള്ളം കൂടിയ കാര്യം അറിയാം ഞങ്ങൾക്ക്. ഈ പാറേ നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള. അപ്പോൾ ഫസ്റ്റ് ഷോട്ടിൽ ഞാൻ അങ്ങോട്ട് ചാടട്ടെ. എൻ്റെ മോനെ ടാസ്ക് കേട്ടോ. ആഹാ, ഇതിലത്യാവശ്യം 2 നല്ലൊരു ആരിൽ. ഇതാ ചേറാൻ അടിപൊളിയാണ്. വാ, ഈ ചെക്കനല്ല മീൻ കിട്ടിക്കണ്ട. അതാ പറയാ യഥാർത്ഥ വേട്ടക്കാരൻ രമേശ. സതീശണ്ട് അവിടെ നിന്ന്. പക്ഷേ സതീശ് അങ്ങോട്ട് നോക്കാം, ജപ്പോയിൻ്റെ ഒരു ഭംഗി നോക്കാം. പേടിപ്പെടുത്തണ ഭംഗിയല്ലേ. നീന്തണ്ട, പൊയ്ക്ക ചാടുന്ന്. ഏതിലൊക്കെ ഒരു ആരിൽ പിടി. ഇന്ത്യ ചൂടൽ പത്തുണ്ട് ഈ പറച്ചോണ്ടില്. അത് വലിച്ചോ, അനക്കൊരു മീൻ കിട്ടിയെന്ന് പറയാം. സമയമൊക്കെ ഒരുപാടായിട്ടോ. 7 മണിക്ക് 2 മിനിറ്റ്. അതാണ് റേഞ്ച്. പുഴയുടെ റേഞ്ച് ഉണ്ടല്ലേ. മൊത്തത്തിൽ അന്തരീക്ഷമൊക്കെ ഒന്നാട് ക്ലിയർ കമ്മിയായിട്ടുണ്ടാവും. ഞങ്ങൾ പക്ഷെ പോയില്ല. ഞങ്ങളിപ്പോൾ കുടലുമ്മല ഇട്ടുകൊണ്ടിരിക്കുന്നത്. കുടലുമ്മ നല്ല കൊത്തുണ്ട്. കൊത്തട്ടെ. നമ്മുടെ ഒരു പൊങ്ങുണ്ട് ഇവിടെ കിടക്കണം. പക്ഷേ ഈ ഇത്രയും ഇങ്ങനെ കലക്കവും ഈ പതയൊക്കെ ഉണ്ടാകുമ്പോൾ കാണാൻ വേണ്ടി കഴിയില്ല. ആണ് വിഷയം. എൻ്റെ കയ്യിൽ ഈ ഒരു ചൂണ്ടുണ്ടല്ലോ, ഇതും കൊത്തുന്നുണ്ട്. ഉണ്ടോ? ഇപ്പല്ല, അത് കൊത്തും കുറച്ച് കേട്ടാ. സമയം 7:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ചാടിപ്പോയ കടവാണിത്. അതായത് ഇവിടെ 2 പാറ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം ഫുള്ളായിട്ട് പൊന്തിയില്ലേ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫുള്ള് ഇരുടാണ്. അതുപോലെ തന്നെ ഞാൻ പറയുന്നത്, പ്രത്യേകമായിട്ട് പറയുന്ന വിഷയം ഇതാണ്. ഇവിടെ നിന്ന് നമ്മൾ കയറി പോയിരുന്ന 2 പാറകൾ, അക്കരയ്ക്ക് പോയിരുന്ന 2 പാറകൾ ഇവിടെ കാണാനില്ല. അപ്പോൾ അതാണ് ഈ ഒരു പുഴയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഏത് നിമിഷം ഇവിടെ മഴയൊന്നും പെയ്തില്ലെങ്കിലും മേലെ മഴ പെയ്താൽ മതി, വെള്ളം കൂടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്യാമ്പിംഗ് ഒക്കെ ഈ ഒരു പുഴയിൽ മാക്സിമം ഒഴിവാക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്യാമ്പ് ചെയ്ത പുഴയാണത്. അപ്പോ നമുക്ക് കിട്ടിയ മീൻ അതിനെ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും കിട്ടിയില്ല. ഒരു ബാഗ് വാങ്ങി, അതാണ് ഇപ്പൊ ലാഭം. മനസ്സിലായോ? അതിൽ മീനൊക്കെ ഉണ്ട്. കൊണ്ടേക്കാല് മീനുണ്ട്, വലിയ മീനുണ്ട്. കാണിച്ചു കൊടുത്ത എല്ലാവർക്കും. എന്നാ പിന്നെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പൊ സമയം 8:05 ആയിട്ടുണ്ട്.
ഈ ഒരു വീഡിയോ കാണിച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. ഇന്നത്തെ ദിവസം കഴിഞ്ഞോ അതന്നെ പറഞ്ഞേ വലിയ മീണ്ടായി.